ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായുടെ 40 ദിവസത്തെ മരുഭൂമിയിലെ ഉപവാസത്തെയും പ്രാർത്ഥനയും അനുസ്മരിച്ചുകൊണ്ട് നോമ്പുകാലം ആഘോഷിക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ നോമ്പുകാലം ആഘോഷിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഏറ്റവും കൂടുതലായി ആഘോഷിച്ചത് ഏത് കാര്യമാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് സഹനമാണ്. ഗെത്സമൻ തോട്ടത്തിലെ രക്തം വിയർത്തുകൊണ്ടുള്ള പ്രാർത്ഥന മുതൽ 3 മണി വരെ ഈശോ സഹിക്കുകയായിരുന്നു. അത് വിശദീകരിക്കേണ്ട സമയമല്ലല്ലോ ഇത്. അതെ, ഈശോ ആഘോഷമായിട്ട് ചെയ്ത മഹാത്ഭുതം അത് സഹനമായിരുന്നു. ഈശോ സഹിക്കുമ്പോൾ ദൈവമാണ് സഹിക്കുന്നതെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. പക്ഷേ അത് പീഡിപ്പിച്ചവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അത് മറ്റൊരു വിഷയം, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, നോമ്പുകാലം എന്ന് പറയുമ്പോൾ ഈശോമിശിഹായുടെ മരുഭൂമിയിലെ 40 ദിവസത്തെ കഠിനമായ ഉപവാസവും പ്രാർത്ഥനയും മാത്രമല്ല, ഈശോമിശിഹായുടെ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാര പ്രവൃത്തിയെയും കൂടി, പീഡാനുഭവത്തെയും കൂടി, സഹന ബലിയെയും കൂടി ഓർത്തുകൊണ്ടാണ് നമ്മൾ നോമ്പുകാലം ആഘോഷിക്കുന്നത്. അതെ, ആ നോമ്പുകാല ആഘോഷം എന്ന് പറയുമ്പോൾ സഹനത്തിൻ്റെ, പ്രായശ്ചിത്തത്തിൻ്റെ, പരിഹാരത്തിൻ്റെ, ആശയടക്കത്തിൻ്റെ ആഘോഷത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് ആഘോഷമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, ഈശോ തൻ്റെ ദൈവികതയെ ഏറ്റവും ആഘോഷമായിട്ട് വെളിപ്പെടുത്തിയ അത്ഭുതം അത് സഹനമായിരുന്നു. 3 മണിക്കൂറോളം അല്ല, 6 മണിക്കൂറോളം കുരിശിൽ കിടന്ന് അവിടുന്ന് സഹിക്കുകയായിരുന്നു. അതെ, ആ സഹനത്തെ ഓർത്തുകൊണ്ടാണ് ആഗോള തലത്തിലെ എല്ലാ കത്തോലിക്കരും എല്ലാ ക്രൈസ്തവരും നോമ്പ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ നോമ്പ് ആഘോഷം എങ്ങനെയായിരിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ പൊതുവെ എല്ലാവരും പറയുക, ആശയടക്കങ്ങൾ ചെയ്യുക, പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുക. അത് ശരിയാണ്. അതോടൊപ്പം ഈ നോമ്പ് കാലത്ത് പലരും അനുഷ്ഠിക്കാൻ പോകുന്ന ഒരു പ്രായശ്ചിത്ത പ്രവൃത്തി, നോമ്പ് കാലത്ത് മൊബൈല് ഉപയോഗിക്കുന്നില്ല. ഇഷ്ടമുള്ള, എന്നെ തിന്മയിലേക്ക് നയിക്കുന്ന, എന്നെ പാപത്തിലേക്ക് നയിക്കുന്ന പ്രവൃത്തികളെ ഞാൻ ഉപേക്ഷിക്കുന്നത് തീർച്ചയായും പ്രായശ്ചിത്തമാണ്, പരിഹാരമാണ്, നോമ്പിൻ്റെ ചൈതന്യമാണ്. പക്ഷേ മൊബൈൽ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു പ്രായശ്ചിത്തമാണോ, ഒരു ആശയടക്കമാണോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സത്യത്തിൽ ഈ നോമ്പ് കാലത്ത് നമുക്ക് വേണ്ടത്, ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് ഡിജിറ്റൽ നോമ്പാനുഷ്ഠാനമാണ്. ഡിജിറ്റൽ നോമ്പാനുഷ്ഠാനം എന്ന് പറയുമ്പോൾ മൊബൈലുകളെ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് മൊബൈലുകളിലൂടെ പ്രായശ്ചിത്തം അനുഷ്ഠിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ പ്രചോദനം ഉൾക്കൊള്ളുക. സുദീർഘമായ പ്രാർത്ഥനയ്ക്കും പ്രായശ്ചിത്തത്തിനും പ്രേരകമായ രീതിയിൽ മൊബൈലിനെ ഉപയോഗിക്കുക. അതാണ് ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ AI കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട AI അല്ലെങ്കിൽ ഡിജിറ്റൽ നോമ്പുകാലം എന്ന് ഞാൻ പറയും. ഒരിക്കൽ വികാരിയച്ഛൻ വളരെ കാര്യമായിട്ട് നോമ്പാനുഷ്ഠാനത്തെക്കുറിച്ച് പള്ളിയിൽ പറഞ്ഞു. കുർബാന കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരാൾ അച്ഛനോട് വന്ന് പറഞ്ഞു, അച്ചോ, ഞാനൊരു പ്രത്യേക നോമ്പ് മറ്റാരും ചെയ്യാത്തത് ചെയ്യാൻ പോവുകയാണ്. അതെന്താ അച്ചോ? ഇത് ആരും ചെയ്യില്ല, അച്ഛൻ ആരോടും പറഞ്ഞേക്കരുത്. അതെ, എന്താ സംഭവം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും 1/2 മണിക്കൂർ നടന്ന് പള്ളിയിലേക്ക് വരുമായിരുന്നു. ഇനി ആ നടപ്പ് ഞാൻ അങ്ങ് വേണ്ടെന്ന് വയ്ക്കുകയാണ്, വ്യായാമം ഞാൻ അങ്ങ് വേണ്ടെന്ന് വയ്ക്കുകയാണ്. വികാരിച്ചും പാവം, കരയാൻ പറ്റില്ലല്ലോ, പൊട്ടിച്ചിരിച്ചു. വ്യായാമം ചെയ്യുന്നത് സത്യത്തിൽ ഒരു പ്രായശ്ചിത്ത പ്രവൃത്തിയാണെന്ന് ഞാൻ പറയും.
വ്യായാമമായിട്ടെങ്കിലും പ്രാചിത്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ശരീരത്തിനും ആത്മാവിനും നല്ലതാണ്. അതെ, വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്യാത്തതാണ് ഇന്ന് പല രോഗങ്ങൾക്കും കാരണം. അപ്പോൾ നോമ്പ് കാലത്ത് വ്യായാമം വേണ്ടെന്ന് വെക്കുന്നത് ഒരു പ്രാചിത്ത പ്രവൃത്തി അല്ല, അത് പിശാചിന്റെ തട്ടിപ്പാണ്. ഏതായാലും തമാശ രൂപേണ അച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞു, വ്യായാമമൊക്കെ നിർത്തിക്കോ നോമ്പിന്റെ ചൈതന്യത്തിൽ, പക്ഷേ വലിയ ആഴ്ചയിലെങ്കിലും മരിച്ചാൽ വലിയ ആഴ്ച കഴിഞ്ഞ് ഞാൻ അടക്കുകയുള്ളൂ എന്ന് ഇപ്പോഴേ പറഞ്ഞിരിക്കും. ഫ്രീസറിൽ വെച്ചാൽ മതി. വലിയ ആഴ്ചയിൽ കുംഭസാരത്തിൻ്റെ വലിയ ആഴ്ചയിലെ പരിപാടികളുടെയൊക്കെ തിരക്കാം. അതെന്താ അച്ഛാ അങ്ങനെ പറയുന്നത്? എല്ലാ ദിവസവും കൃത്യമായിട്ട് അരമണിക്കൂറൊക്കെ നടന്ന് വ്യായാമം ചെയ്യുന്ന വ്യക്തി ആ നടപ്പും വ്യായാമവും വേണ്ടെന്ന് വെച്ചാലോ രോഗിയാകും, ചിലപ്പോൾ ചത്തുപോയെന്നിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മുൻകൂട്ടി പറഞ്ഞത്, വ്യായാമത്തെ നിർത്തി രോഗിയായി രക്തോട്ടമില്ലാതെ ചത്തുപോയാൽ അത് ഒരു പരിധിവരെ ആത്മഹത്യയാണ്. അപ്പോൾ അതുകൊണ്ട് വ്യായാമം വേണ്ട എന്ന് വെക്കുന്നത് ഒരു നോമ്പനുഷ്ഠാനമല്ല എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെയാണ് മൊബൈൽ ഉപയോഗം വേണ്ട എന്ന് വെക്കുന്നത്. നമ്മൾ നോമ്പ് കാലത്ത് കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം, പ്രാചിത്തം അനുഷ്ഠിക്കണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്. എന്തിനു വേണ്ടിയാണ് ഈ പ്രാർത്ഥനയും പ്രാചിത്വവും? ആർക്കു വേണ്ടിയാണ് ഈ കഠിനമായ പ്രാർത്ഥനയും പ്രാചിത്വവും ഒക്കെ? ലോകത്തിന് വേണ്ടിയാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ലോകത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ പ്രാചിത്വത്തിലൂടെ. അത് പ്രാചിത്വത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഇവിടെ ലോകത്തിന് വേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ, ലോകത്തിന് വേണ്ടി കൂടുതലായി പ്രാചിത്വം അനുഷ്ഠിക്കണമെങ്കിൽ എന്ത് വേണം? ലോകത്തെക്കുറിച്ച് അറിയണം, ആ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം പ്രാചിത്വം അനുഷ്ഠിച്ചത് ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ടല്ലേ. നമ്മളും നോമ്പ് കാലത്ത് ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടുകളായി മാറിക്കൊണ്ട് പ്രാചിത്വം അനുഷ്ഠിക്കണം, കൂടുതലായിട്ട് പ്രാർത്ഥിക്കണം. പക്ഷേ ലോകത്തിൻ്റെ പാപത്തെക്കുറിച്ചുള്ളതായ ബോധം വേണം. അതെ, മൊബൈലുകൾ ഉപയോഗിക്കണം. എന്തിനാ? കൊലപാതകങ്ങളുടെയും ബലാത്സംഗത്തിൻ്റെയും യുദ്ധങ്ങളുടെയും മതപീഡനത്തിൻ്റെയും ഒക്കെ വാർത്തകൾ നമ്മൾ അറിയണം, സംഭവങ്ങൾ നമ്മൾ കൂടുതലായിട്ട് അറിയണം. എന്നിട്ട് കൂടുതലായി പ്രാർത്ഥിക്കണം, കൂടുതലായി പ്രാചിത്വം അനുഷ്ഠിക്കണം. അതെ, ലോകത്തിനു വേണ്ടി ഈശോ മിശിഹായുടെ മാതൃകയ്ക്കനുസരിച്ച് കഠിനമായി പ്രാചിത്വം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാനായി ലോകത്തിൻ്റെ പാപങ്ങളെക്കുറിച്ച് അറിയാനുള്ള വഴി കൂടിയാണ് നമ്മുടെ മൊബൈലുകൾ. സമ്പർക്ക മാധ്യമങ്ങളിലൂടെ ഇന്ന് അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ആഫ്രിക്കയിലോ അട്ടപ്പാടിയിലോ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ അതിനനുസൃതമായ ഒരു പ്രാചിത്വത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ചൈതന്യം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് മൊബൈലുകളുടെ ഉപയോഗം വേണ്ട എന്ന് വയ്ക്കുന്ന ഒരു പ്രാചിത്വത്തെക്കാൾ നല്ലത് മൊബൈലിലൂടെ അതിൻ്റെ ശരിയായ ഉപയോഗത്തിലൂടെ കൂടുതൽ പ്രാർത്ഥിക്കുവാനും പ്രാചിത്വം അനുഷ്ഠിക്കാനുമായി കൂടുതലായിട്ട് ഉപയോഗിക്കുക. എല്ലാവർക്കും ഒരു നല്ല മൊബൈൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറയും കൂടുതൽ നന്നായി പ്രാർത്ഥിക്കുവാനും പ്രാചിത്വം അനുഷ്ഠിക്കുവാനും പ്രേക്ഷിത പ്രവർത്തനം നടത്തുവാനും മൊബൈലിലൂടെ സാധിക്കും. എത്രയോ നല്ല 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 പ്രസംഗങ്ങളാണ് മൊബൈലിലൂടെ വരുന്നത്. അത് കേൾക്കാൻ തന്നെ നമുക്ക് സമയമില്ല, അത് കേൾക്കാനുള്ള കഴിവും നമുക്കില്ല. നല്ല നല്ല പ്രസംഗങ്ങളും നല്ല നല്ല പ്രഭാഷണങ്ങളും കേൾക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അതൊക്കെ കേൾക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ ഈശോ മിശിഹ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിലെ 8-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഒരു വചനം, ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? കാരണം അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെ. മൊബൈലിലൂടെ വരുന്ന നല്ല നല്ല പ്രസംഗങ്ങൾ, നല്ല നല്ല പ്രഭാഷണങ്ങൾ എനിക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നിൽ നന്മയില്ലെന്നാണ്, അത് കേൾക്കാനുള്ളതായ കഴിവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുക. അതുപോലെ ഈ നാളുകളിൽ കൂടുതലായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും നൈജീരിയയിലും മുസ്ലിം മറ്റ് രാജ്യങ്ങളിലും ഒക്കെ ക്രൈസ്തവർ കഠിനമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ സംഭവങ്ങൾ വരുന്നുണ്ട്, സജീവമായ സംഭവങ്ങൾ വരുന്നുണ്ട്. അത് ശ്രവിക്കണം, അവരുടെ അനുഭവങ്ങളെ നമ്മൾ ശ്രവിക്കണം. ഇന്ന് ക്രിസ്ത്യാനിയാണെന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും
അവർ ഒളിച്ചു താമസിക്കുന്നവരാണ്. ആദിമ ക്രൈസ്തവരെ പോലെ പീഡിപ്പിക്കപ്പെടുന്നവരാണ്. അതൊക്കെ നമ്മൾ വായിക്കണം, അതൊക്കെ നമ്മൾ കേൾക്കണം, മനസ്സിലാക്കണം. എന്തിനാ? അവർക്ക് വേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിക്കാൻ, പ്രാശ്ചിത്തം അനുഷ്ഠിക്കാനായിട്ട്. അങ്ങനെ നമുക്ക് മൊബൈൽ നോമ്പുകാലത്തിലേക്ക്, ഡിജിറ്റൽ നോമ്പുകാലത്തിലേക്ക്, AI നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കണം. ഈ അടുത്ത കാലത്ത്, പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ കഠിനമായി ഭീകരവാദികളാൽ പീഡിപ്പിക്കപ്പെട്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിൻ്റെ സാക്ഷ്യങ്ങൾ ഇംഗ്ലീഷിൽ മനോഹരമായിട്ട് നമ്മുടെ മൊബൈലിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജീവനോടെ മണ്ണിലിട്ട് കുഴിച്ചു മൂടിയപ്പോൾ ദൈവം ഈശോ മിശിഹ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരെ രക്ഷിച്ച കഥകൾ, സംഭവങ്ങൾ, നടപടി പുസ്തകത്തിലെ പത്രോസ്ലീഹായെ മാലാഖ രക്ഷപ്പെടുത്തിയതുപോലെ പിറ്റേ ദിവസം വധിക്കപ്പെടാനായിട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന വ്യക്തിയെ ഈശോ മിശിഹ തന്നെ വന്ന് വാതിലുകൾ തുറന്നു കൊടുത്ത് രക്ഷപ്പെടുത്തിയ ആ സംഭവങ്ങൾ, പരസ്യമായിട്ട് കൊല്ലുവാനായിട്ട് വിധിക്കപ്പെട്ട് പരസ്യമായി വധിക്കപ്പെടുവാനായിട്ട് നിൽക്കുമ്പോൾ ഈശോ അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. വാളുകൾ തെറിക്കുന്നു, തോക്കുകളില്ല, തെറിച്ചു പോകുന്നു. അവിടെ വലിയ പ്രകാശമുണ്ടാകുന്നു. ആ വ്യക്തിയും രക്ഷപ്പെടുകയാണ്. ആ സമൂഹം മുഴുവൻ വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില മുസ്ലിം രാജ്യങ്ങളിൽ ക്രൈസ്തവ ദേവാലയത്തിലേക്ക് വന്ന് ആക്രമിച്ചപ്പോൾ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പലതും നടന്നിട്ടുണ്ട്. ഒത്തിരി സംഭവങ്ങൾ പറയാനായിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇനിയിപ്പോൾ ഇവിടെ പറയാനുള്ള സമയമല്ലല്ലോ. പക്ഷേ ഞാൻ പറയുന്നു, ഉറപ്പ് പറയുന്നു, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ശ്രവിക്കുമ്പോൾ നമുക്കും രക്തസാക്ഷികളാകാനുള്ള ആഗ്രഹമുണ്ടാകും. നമ്മുടെ വിശ്വാസത്തെ വളർത്താനുള്ള ആഗ്രഹമുണ്ടാകും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതായ ഉൾപ്രേരണയുണ്ടാകും. അതെ, നമുക്ക് ഡിജിറ്റൽ നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കാം, AI നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കാം, മൊബൈൽ നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കാം. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ മക്കളെക്കുറിച്ച് ഒത്തിരി ആകുലപ്പെടുന്നവരാണ്. അവർ മൊബൈലിന് അടിമകളാണ്. എന്തുകൊണ്ടാണ്? മൊബൈൽ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. ഗെയിമിലും പെട്ടുപോകുന്നു, മോശമായ കാര്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അവർ മൊബൈലിന് അടിമയാകുന്നു. മൊബൈലിന് അടിമയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഇങ്ങനെയുള്ള നല്ല 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 കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക. അത് കാണുമ്പോൾ അവരും അത് കേൾക്കും. അവരെ കൊണ്ട് കേൾപ്പിക്കുക. ഇംഗ്ലീഷ് പഠിക്കുവാനായിട്ട് നല്ലൊരു വഴി കൂടിയാണിത്. അതായത് കഠോരമായ പീഡകൾ അനുഭവിച്ചുകൊണ്ട് അത്ഭുതകരമായി ഈശോ മിശിഹായാൽ രക്ഷപ്പെട്ട വ്യക്തികളുടെ കഥകൾ, സംഭവങ്ങൾ ഇന്ന് മനോഹരമായ സുന്ദരമായ ഇംഗ്ലീഷിലൂടെ, വാട്സപ്പിലൂടെ നമുക്ക് ലഭ്യമാകും. രാജകീയ കുടുംബങ്ങളിലെ രാജ്ഞിമാർ, രാജകുമാരന്മാർക്ക് ഈശോയുടെ പ്രത്യക്ഷമുണ്ടായിട്ട് അവർ മാനസാന്തരപ്പെട്ടതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ, അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾക്കും നമ്മുടെ മക്കൾക്കും അത് പ്രചോദനമാകും. മാത്രമല്ല, എങ്ങനെ മൊബൈൽ ശരിയായി ക്രിയാത്മകമായി ഉപയോഗിക്കണമെന്ന് കൂടി നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയാണ്. മക്കളെയും നമ്മൾ മൊബൈൽ ധ്യാനത്തിലേക്ക്, മൊബൈൽ നോമ്പുകാല ആഘോഷത്തിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഓർക്കുക, ഈ നോമ്പുകാലത്ത് നമുക്ക് പ്രേക്ഷിതരാകാനായിട്ട് സാധിക്കുകയാണ്. മൊബൈലിലൂടെ നല്ല നല്ല പ്രഭാഷണങ്ങളും നല്ല നല്ല സാക്ഷ്യങ്ങളും മറ്റുള്ളവരിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അതിലൂടെ സുവിശേഷ പ്രഘോഷകരാവുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല മൊബൈൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മൊബൈൽ വാങ്ങിക്കാൻ പൈസ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ വസ്ത്രങ്ങൾക്കും സ്വർണത്തിനുമൊക്കെ എന്തുമാത്രം പൈസ ചെലവഴിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ടൂറ് പോകാനായിട്ടൊക്കെ എന്തുമാത്രം പൈസ നമ്മൾ ചെലവഴിക്കുന്നു. എങ്കിൽ ആത്മാവിൻ്റെ രക്ഷയ്ക്കും ലോകത്തിൻ്റെ രക്ഷയ്ക്കും സുവിശേഷ പ്രഘോഷകരായിട്ട് തീരുന്നതിന് വേണ്ടിയും ഒരു നല്ല മൊബൈൽ വാങ്ങിക്കുക. അത് സ്വർഗത്തിലേക്കുള്ള വഴി കൂടിയാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതോടൊപ്പം തീർച്ചയായും ഇവിടെ അപകടം പതിഞ്ഞിരിപ്പുണ്ട്. ആരെ വിഴുങ്ങേണ്ടുവെന്ന് അലറിക്കൊണ്ട് നടക്കുന്ന, സിംഹത്തെ പോലെ അലറിക്കൊണ്ട് നടക്കുന്ന സാത്താൻ നമ്മുടെ പുറകിലുണ്ട്, മൊബൈലിലുണ്ട്. സൂക്ഷിക്കണം, ജാഗരൂകത വേണം. ഒരേ സമയം സ്വർഗത്തിലേക്കും നരകത്തിലേക്കുമുള്ള വഴി കൂടിയാണ് നമ്മുടെ ഈ മൊബൈൽ.
അവിടെ ജാഗരൂകത വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് രഹസ്യങ്ങൾ ആവശ്യമില്ലല്ലോ. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ആരും കാണട്ടെ, ആരും കേൾക്കട്ടെ, ഇതാണ് ഞാൻ ഉപയോഗിച്ചത്, ഞാൻ ഇന്ന നല്ല സന്ദേശം കേട്ടു, നല്ലൊരു സാക്ഷ്യം കേട്ടു, നല്ലൊരു പ്രഭാഷണം കേട്ടു എന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കട്ടെ. അപ്പോൾ സ്വർഗീയടങ്ങളിലേക്ക് കയറി വരുന്ന സാത്താൻ മൊബൈലിലൂടെ നമ്മളിലേക്ക് കയറി വരാതിരിക്കണമെങ്കിൽ, സ്വർഗത്തിലേക്കുള്ള വഴിയാകുന്ന മൊബൈല് നരകത്തിലേക്കുള്ള വഴിയാകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? തുറവിയുണ്ടായിരിക്കണം. രഹസ്യത്തിന്റെ ആവശ്യമില്ല. എൻ്റെ മൊബൈൽ ആർക്കും ഉപയോഗിക്കാം, എൻ്റെ മൊബൈൽ ആർക്കും കൊടുക്കാം. ആ ഒരു തുറവി എനിക്കുണ്ടെങ്കിൽ സാത്താന് എൻ്റെ മൊബൈലിലേക്ക് കയറി വരാനായിട്ട് പറ്റില്ല. മൊബൈലിലൂടെ എന്നിലേക്ക് കയറി വരാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ ഈ മൊബൈൽ കാലഘട്ടത്തിൽ, ഈ AI കാലഘട്ടത്തിൽ, ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമ്മുടെ ഈ നോമ്പുകാലത്തെ മൊബൈൽ നോമ്പുകാലമായിട്ട് ആഘോഷിക്കാം, ഡിജിറ്റൽ നോമ്പുകാലമായിട്ട് ആഘോഷിക്കാം, AI നോമ്പുകാലമായിട്ട് അനുഷ്ഠിക്കാം. അങ്ങനെ നമ്മളെ വിശുദ്ധീകരിക്കാം, ലോകത്തെ വിശുദ്ധീകരിക്കാം, പ്രേക്ഷിതരായിട്ട് തീരാം, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം, ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.